കർക്കിടകം എന്നത് ചികിത്സയുടെ മാസം കൂടിയാണ്. കർക്കിടക മാസത്തെ ചികിത്സയുടെ പ്രത്യേകതകൾ എന്ത് എന്നത് സംബന്ധിച്ച് പ്രമുഖ ആയുർവേദ സ്ഥാപനമായ പങ്കജ കസ്തൂരി ഗ്രൂപ്പ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായരുടെ വാക്കുകളിലേക്ക്. നമസ്കാരം. എല്ലാവർക്കും കർക്കിടക മാസത്തെപ്പറ്റി ഒരുപാട് ചിന്തകളാണ്. എന്താണ് കർക്കിടക മാസം, പ്രത്യേകിച്ചും ആയുർവേദ ചികിത്സയുടെ മാസം, രാമായണ മാസം, ഭക്തിയുടെ മാർഗം, മഴയുടെ കാലം, ഒരുപാട് സവിശേഷതകൾ കർക്കിടക മാസത്തിനുണ്ട്. എന്താണ് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. പ്രകൃതി ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്നത് പോലെ തന്നെ 6 മാസം വീതമുള്ള 2 ഘടകങ്ങളായിട്ട്, 2 പാർട്ടായിട്ട് ആദാനകാലം, വിസർഗകാലം എന്ന് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. ആദാനകാലം എന്ന് പറയുമ്പോൾ ശിശിരം, വസന്തം, ഗ്രീഷ്മം, ഈ 3 ഋതുക്കൾ, ഒരു ഋതു 2 മാസമാണ്. അങ്ങനെയുള്ള 6 മാസത്തെ ആദാനകാലം എന്ന് പറയുന്നു. ആദാനകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പ്രകൃതി ആരോഗ്യത്തെ, ബലത്തെ, ഊർജത്തെ ആദാനം ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ആഗിരണം ചെയ്യുന്നു. ആ കാലഘട്ടം പൊതുവെ നമുക്കൊരു മാന്ദ്യം, ഒരു ക്ഷീണം, ഒരു ഉന്മേഷക്കുറവ്, ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഉറങ്ങാൻ പറ്റിയാൽ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, ശാരീരികമായ ഉന്മേഷക്കുറവ്, ബലക്കുറവ്, ശക്തിക്കുറവ് ഒക്കെ തോന്നുന്നൊരു കാലഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 6 മാസം, അതായത് നേരത്തെ പറഞ്ഞ ശിശിരം, വസന്തം, ഗ്രീഷ്മം കഴിഞ്ഞാൽ വർഷം, ശരത്ത്, ഹേമന്തം, ഈ 2 മാസം വീതമുള്ള 3 ഋതുക്കളെ വിസർഗകാലം എന്ന് പറയും. പ്രകൃതി മനുഷ്യരിലേക്ക് ആരോഗ്യത്തെ വിസർഗിക്കുന്ന, വിസർജിക്കുകയല്ല, വിസർഗിക്കുക. ആ വിസർഗം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്നും നമുക്ക് ആരോഗ്യം കിട്ടുന്ന കാലഘട്ടം. ഇപ്പം വിസർഗകാലമാണ്. ഈ വിസർഗകാലത്തിൻ്റെ നടുവിലാണ് വർഷം കഴിഞ്ഞിട്ട് വരുന്ന ശരത്, ഹേമന്തം വരുന്ന. അപ്പോൾ നടുവിലുള്ള കാലഘട്ടത്തെ കർക്കിടക മാസം, അതായത് ഈ വിസർഗകാലത്തിൻ്റെ മധ്യത്തുള്ള കാലഘട്ടമാണ് കർക്കിടക മാസം. ഇതിന് പ്രത്യേകത, ഈ സമയത്ത് ചികിത്സയുടെ ഫലം കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ചികിത്സ ഫലം, നമ്മളിപ്പോൾ ആയുർവേദ ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഫലം കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. വേറൊരു പ്രത്യേകത, നമ്മളിപ്പം വർഷകാലം തുടങ്ങി പല സാഹചര്യങ്ങളാലും നാം കുടിക്കുന്ന ജലം മലിനമായിരിക്കും, രോഗഗ്രസ്തമായിരിക്കും ഈ കാലഘട്ടം. പെട്ടെന്ന് രോഗം വരാനുള്ള സാഹചര്യം അല്ലാതെ ഉണ്ട്. പ്രകൃതിയിൽ നിന്നും മനുഷ്യരിലേക്ക് ആരോഗ്യം കിട്ടുന്ന കാലഘട്ടമാണ് എങ്കിലും പ്രകൃത്യാ തന്നെ നമ്മുടെ ശാരീരികമായ ആയുർവേദ ശാസ്ത്രപ്രകാരം വാദം, പിത്തം, കഫം എന്നൊക്കെ പറയുന്ന ദോഷങ്ങൾ, ശരീരത്തിൻ്റെ ദോഷാവസ്ഥ, അവയുടെ സമവായീകരണമാണ് ചികിത്സ. അവയെ നേരായി നിർത്തിക്കൊണ്ടു പോകുന്നതാണ് ചികിത്സ. ആ തരത്തിലുള്ള വാദപിത്ത കഫദോഷങ്ങൾ ഉൾക്ലേശം ചെയ്യുക, ശരീരം ദോഷം ഇളകി രോഗമുണ്ടാകുക എന്ന് പറയും. അതിനുള്ള കാലഘട്ടമാണ്, ആ കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളകുന്ന കാലഘട്ടത്തിൽ ചികിത്സ ചെയ്താൽ അവയെ ഇളക്കിക്കളഞ്ഞ്, അവയെ നിർഹരിച്ച് കളഞ്ഞ്, ഡീടോക്സിഫൈ ചെയ്ത് ശാരീരികമായ ഉന്മേഷം കിട്ടാൻ സഹായിക്കുന്ന കാലഘട്ടം കൂടെയാണ് ഈ പറയുന്ന കർക്കിടക മാസം, അല്ലെങ്കിൽ ഈ പറയുന്ന 6 മാസ കാലഘട്ടം, വിസർഗകാലം, പ്രത്യേകിച്ചും കർക്കിടക മാസം. അതുകൊണ്ടാണ് എല്ലാവരും ഈ സമയത്ത് ദോഷങ്ങളെല്ലാം ഇളകി നിൽക്കുന്ന കാലം, ചികിത്സ ചെയ്താൽ വളരെ പെട്ടെന്ന് ചികിത്സാ ഫലം കിട്ടുന്ന കാലം, ശാരീരികമായ ഉന്മേഷമുള്ള കാലം. പിന്നെ മഴക്കാലം അതിന് ശേഷമൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും കർക്കിടക മാസത്തെ വേറൊരു പേരുടെ പറയും, രാമായണ മാസം എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ കൂടുതലായിട്ടും മഴയായിരുന്നു. പകൽ മൊത്തം ഒന്ന് രാമായണ പാരായണം എന്നുള്ള കൺസെപ്റ്റ്, രാമായണം പാരായണം ചെയ്യാൻ പറ്റിയ കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പോൾ രാമായണം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, മാനസികമായ, ബൗദ്ധികമായ, ആധ്യാത്മികമായ ഉന്നമനമുണ്ടാകുന്നൊരു കാലഘട്ടം. കൂടാതെ എപ്പോഴും പകൽ സമയം രാത്രി പോലെ കിടക്കും, മഴക്കൂരാപ്പെന്നൊക്കെ നാട്ടുഭാഷയിൽ പറയും. അത് മാറി ഐശ്വര്യം വരുന്ന, അത് കഴിഞ്ഞാൽ രാമായണ മാസം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചിങ്ങമാണ്. പിന്നെ പണ്ട് കാലങ്ങളിൽ വേറൊരു പ്രത്യേകതയുണ്ട്. കർക്കിടക മാസം പഞ്ഞമാസം എന്നൂടെ പറയും. മഴക്കാലമായതുകൊണ്ട് കൃഷിയൊന്നുമില്ല, വിളവെടുപ്പിന് വേണ്ടി തയ്യാറാകുന്നൊരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. കർക്കിടക മാസം കഴിഞ്ഞാൽ അടുത്ത് ചിങ്ങമാസമായി. ഈ ചിങ്ങമാസത്തിൽ ഈ തരത്തിലുള്ള ദോഷ ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഡീടോക്സിഫൈയൊക്കെ ചെയ്ത് ശാരീരികമായ ഉന്മേഷം കിട്ടിയതിന് ശേഷം ചികിത്സ ചെയ്ത് ഉന്മേഷം കിട്ടിയ ശരീരത്തിലേക്ക്
കുന്നല്ലരി കഴിക്കുക, വയറിന് പ്രശ്നമുണ്ടാകാതെ ശരിയാക്കുക, അങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ ഒത്തുചേരുന്നൊരു കാലഘട്ടമാണ് കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ കർക്കിടക മാസം ആയുർവേദ പ്രകാരവും ഹിന്ദു മിത്തോളജി പ്രകാരവും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം. ഈ കർക്കിടക മാസം ചികിത്സയ്ക്ക് തയ്യാറാകുന്നത് വളരെ ശ്രേഷ്ഠമാകുന്നു.